ഇന്ത്യയിൽ വഖഫ് ഭൂമിയാണ് ഏറ്റവും കൂടുതൽ കയ്യേറ്റം ചെയ്യപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടു പോകുന്ന പോലെ ഇന്ത്യയിൽ മറ്റൊരു മതത്തിൻ്റെയും ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയ്യേറുകയോ ഒന്നും ചെയ്യുന്നില്ല. അതായത് മുസ്ലിങ്ങളുടെ വഖഫ് ഭൂമി ആർക്കും കയ്യേറാൻ സാധ്യമാണ്. 1927 ചർച്ച് ആക്ട് നിലവിൽ വന്നത് മുതൽ നിരവധി ഭൂമിയാണ് ഇന്ത്യയിൽ പലയിടങ്ങളിലായി ക്രിസ്ത്യാനികളുടെ കത്തോലിക്ക ചർച്ചിന് വേണ്ടി കണ്ടെത്തിയത്. ഇന്ത്യയിൽ 14% മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ എത്രയാണോ വഖഫ് ഭൂമിയുള്ളത് അതിൻ്റെ 17 ഇരട്ടി ഭൂമിയാണ് ക്രിസ്ത്യാനികളുടെ ചർച്ച് ഭൂമിയുള്ളത്. എന്നാൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്നുള്ളത് വെറും 2.25% മാത്രമാണ്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു എവിഡൻസ് ലഭ്യമല്ലാത്തത് കൊണ്ട് ആ കാര്യം നാം ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ചർച്ച് ഭൂമിക്ക് ഒരു ബില്ല് പാസ്സാകാതെ അതിനേക്കാൾ എത്രയോ തുച്ഛം ഭൂമിയുള്ള വഖഫ് ഭൂമിക്ക് എന്തുകൊണ്ടാണ് ബില്ല് പാസ്സായത്? ആ ഒരു വ്യത്യാസം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്താണ് ഇതിന് കാരണം? ഈ അടുത്ത കാലത്ത് ചർച്ച് ഭൂമിയെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഓർഗനൈസറിൽ വന്ന ലേഖനമൊക്കെ പലരും അറിഞ്ഞതാണ്. പക്ഷേ അത് നിരോധിക്കുകയും ചെയ്തു, അതായത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ എന്ന് മാത്രമല്ല, ചർച്ച് ഭൂമിക്കൊരു നിയമം വന്നില്ല, വഖഫ് ഭൂമിക്ക് മാത്രം നിയമം വന്നു. അതിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയ്യേറ്റം ചെയ്യപ്പെട്ടു പോയ ഭൂമി വഖഫ് ഭൂമിയാണ്. എന്നാൽ വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും വലിയ വൻകിട ഭൂമി കയ്യേറിയത് വൻകിട കോർപ്പറേറ്റ് കമ്പനികളാണ്. ഈ വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്. മുസ്ലിങ്ങളുടെ ഭൗതിക വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, നിയമപരമായ അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിലുള്ള ഇടപെടലിൻ്റെ അഭാവം, ഇതെല്ലാം മുതലെടുത്താണ് നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികൾ ഈ വഖഫ് ഭൂമി കയ്യേറിപ്പോയത്. എന്നാൽ ഈ മാറിയ പുതിയ സാഹചര്യത്തിൽ വഖഫ് ബോർഡുകളുടെ കീഴിൽ ഇത്തരം ഭൂമികളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കയ്യേറിയ കോർപ്പറേറ്റ് കമ്പനികളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നിയമം, ഒരു പുതിയ ബില്ല് കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് കോർപ്പറേറ്റ് കമ്പനികളുടെ താല്പര്യപ്രകാരം അത് അനിവാര്യമാണ്. ഇങ്ങനെ ചർച്ച് ഭൂമിയും കയ്യേറ്റം ചെയ്യപ്പെട്ട് കോർപ്പറേറ്റ് കമ്പനികൾ കൈയടക്കി വച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ചിനും ഒരു പുതിയ ബില്ല് പാസ്സാകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ചർച്ച് ഭൂമി കയ്യേറാത്തത് കൊണ്ട് ചർച്ച് ഭൂമിയുടെ പേരിൽ പുതിയൊരു ബില്ലിൻ്റെ അനിവാര്യത ഇപ്പോഴില്ല. ഇനി വഖഫ് ഭൂമി കയ്യേറിയത് 1-2 ഏക്കർ ഭൂമിയൊന്നുമല്ല, അതായത് വൻകിട ഭൂമികളാണ് പലയിടങ്ങളിലും കയ്യേറിയിട്ടുള്ളത്. അതിൽ ഒന്ന് മാത്രം ഞാൻ ഉദാഹരണമായി സൂചിപ്പിക്കാം. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്കൂൾ എന്നുള്ളത് ഡെറാഡൂണിലെ ഡോൺ സ്കൂളാണ്. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി പോലും പഠിച്ച വിദ്യാലയമാണ് ഡോൺ സ്കൂള്. ഇപ്പോൾ അതിലെ ഫീസ് ഒരു മാസം 1 ലക്ഷം രൂപയാണ് ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടത്. അതായത് ഒരു വർഷം പഠിക്കണമെങ്കിൽ 12 ലക്ഷം രൂപ ഫീസ് അടക്കണം. നമ്മുടെ മന്ത്രിമാരുടെ മക്കളൊക്കെ, അതുപോലെ ഉന്നത വ്യവസായ വ്യാപാര പ്രമുഖരുടെ മക്കളൊക്കെ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. 5 ലക്ഷം രൂപ അഡ്മിഷൻ ഫീസ് നൽകപ്പെടുന്ന സ്കൂളാണ് ഡോൺ സ്കൂള്. എന്നാൽ ഡോൺ സ്കൂളിൻ്റെ ഭൂമിയിൽ പകുതിയോളം ഭൂമി, ഏകദേശം 57 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണ്. ആ ക്യാമ്പസിനകത്ത് തന്നെ ഒരു മക്ബറയുമുണ്ട്. കഴിഞ്ഞ വർഷം ആ മക്ബറ പൊളിക്കുന്ന ഒരു രംഗം നാം വീഡിയോയിൽ കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏകദേശം 1935 അടുത്തായിട്ട് തുടക്കം കുറിച്ച വിദ്യാലയമാണത്.
പക്ഷേ വിദ്യാലയത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിലെ പഴുത് മുതലാക്കി നിരവധി വഖഫ് ഭൂമിയും ചേർത്ത് കയ്യേറി. ഇനി മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നമ്മുടെ അംബാനിയുടെ ആഡംബര വസതി ഒരു വഖഫ് ഭൂമിയിലാണെന്ന് അറിയാത്തവർ ആരും ഉണ്ടായേക്കില്ല. അതുപോലെ ഇന്ത്യയിലെ 2 വൻകിട അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഖഫ് ഭൂമിയിലാണ് നിലകൊള്ളുന്നത്. ഇങ്ങനെ ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. അതൊന്നും ചില്ലറക്കാരല്ല, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ തന്നെയാണ്. പുതിയൊരു വഖഫ് ബില്ല് കൊണ്ടുവന്നാൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഒരു സുരക്ഷിതമാണത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഉപായം അത് തന്നെയാണ്. സത്യത്തിൽ മുസ്ലിങ്ങളുടെ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ പിന്നോക്കാവസ്ഥ മുതലെടുത്ത് മുസ്ലിങ്ങളുടെ വഖഫ് ഭൂമി ഇങ്ങനെ പലരും പല ഘട്ടങ്ങളിലായി കയ്യേറിപ്പോയി. എന്നാൽ ക്രിസ്ത്യാനികളുടെ ചർച്ച് ഭൂമി ഒരാൾക്കും തന്നെ ഇങ്ങനെ കയ്യേറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു ചർച്ച് ബില്ല് ഇപ്പോൾ അനിവാര്യമല്ല. ഈ വഖഫ് നിയമം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണെങ്കിലും ഇത് കയ്യേറിയ കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു താങ്ങും തണലും സുരക്ഷയുമാണ്.